ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ കമ്പനി ബോർഡ് LG സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ പ്രിലിംസിന്റെ 2ാം ഘട്ടം പരീക്ഷയ്ക്ക് പോയ ഒരുപാട് ആളുകൾ പരീക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെച്ചു എന്ന ഒരു നിരാശയായ ഒരു വാർത്ത കേട്ടാണ് തിരിച്ചിറങ്ങിയത് അല്ലെ. അപ്പോൾ ഒരുപാട് പേര് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ എന്താണ് ലീവ് എടുത്ത് പെർമിഷൻ ചോദിച്ച് ഇത്രത്തോളം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത്, ഇപ്പൊ വീട്ടിലാണെങ്കിൽ കുട്ടികളുള്ളവരുണ്ടാവും, അവരൊക്കെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ച് ഇതിനു വേണ്ടി മാസങ്ങളോളം കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകൾ അല്ലെ. അവരൊക്കെ എന്താണ് ഇതിനു വേണ്ടി ഇത്രയും ദിവസം എഫേർട്ട് എടുത്ത് പഠിച്ച് എക്സാമിന് പോകുമ്പോൾ എക്സാം മാറ്റി വെച്ചു എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണ് കിട്ടിയത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നത് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ദിവസങ്ങൾ എക്സ്ട്രാ ലഭിച്ചു എന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇനി കുറച്ചുകൂടെ റിവൈസ് ചെയ്ത് ഒന്നുകൂടെ എക്സാം എഴുതാൻ ഒരു ചാൻസ് നമുക്ക് ലഭിച്ചു എന്ന രീതിയിലേക്ക് കണക്കാക്കി എടുക്കുക. ഡൗൺ ആവരുത് ഒരാളും. കൃത്യമായിട്ട് നമുക്ക് ഇനിയും റിവൈസ് ചെയ്യാൻ നമുക്കുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരുപക്ഷെ ആ പ്രിലിംസ് ടഫ് ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനിരുന്ന ഒരു ടഫ് ആയിട്ടുള്ള എക്സാം ആയിട്ട് പ്രിലിംസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണെങ്കിലോ ഇപ്പൊ നമുക്ക് ആ പരീക്ഷയുടെ നിലവാരം എന്താണെന്നുള്ള ഒരു പിടികിട്ടി അല്ലെ. ഇപ്പൊ ആദ്യമായിട്ടൊരു എക്സാം എന്നും അതിന്റെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എന്താണ്, അവരെങ്ങനെയാണ് പ്രിലിംസ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊരു പാറ്റേൺ കിട്ടി. ഇനിയിപ്പോ അടുത്ത പ്രിലിംസ് എഴുതുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വിജിലന്റ് ആയിട്ട് എഴുതാം അല്ലെ. 3 ഘട്ട പരീക്ഷയും കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇപ്പൊ സെക്കൻഡ് സ്റ്റേജ് എന്ന് വന്ന ആളുകളുടെ പരീക്ഷ വരുന്നത്. അപ്പൊ നമുക്കതൊരു പോസിറ്റീവ് ആയിട്ട് കാണാം. ഓക്കെ, അടുത്ത പ്രിലിംസിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് പിന്നാലേക്ക് പോകണ്ട, മുന്നോട്ട് തന്നെ കേട്ടോ. അപ്പോ എന്തൊക്കെയാണെങ്കിലും എല്ലാം നല്ലതിനായിരിക്കട്ടെ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് വരാനിരിക്കുന്നത് എന്താണ്, അടുത്ത എക്സാം എന്ന ചോദ്യമായിരിക്കും. അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഈ എക്സാം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരാനിരിക്കുന്ന VFA വരുന്നുണ്ട്, 2027 LDC വരുന്നുണ്ട്. VFAയുടെ ക്രാഷ് കോഴ്സും അതോടൊപ്പം തന്നെ LDCയുടെ 2027 വരെയുള്ള 1-to-1 കോംബോ ഓഫറിൽ നമ്മൾ സ്പെഷ്യൽ പ്രീമിയം ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓഫർ എന്ന് പറയുമ്പോൾ 2027 LDC പരീക്ഷ വരെ വാലിഡിറ്റി വരുന്ന മെന്റർഷിപ്പോട് കൂടി വരുന്ന സ്പെഷ്യൽ ബാച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് 99 രൂപയുടെ കറണ്ട് അഫയേഴ്സ് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സിന്റെ പറയുമ്പോൾ എന്താണ്, നമുക്ക് 5000-ലധികം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഉണ്ടാവും. സ്പെഷ്യൽ മാരത്തോൺ ലൈവ് സെഷൻസും ഒക്കെ വരുന്ന ബാച്ച് ആണ്. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് ലഭിക്കുന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻസിലേക്ക് പോവാം. അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. റദ്ദാക്കിയ LGS പരീക്ഷ സെപ്റ്റംബർ ആദ്യം നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് PSC യോഗത്തിലായിരിക്കും ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുക. തിരുവനന്തപുരം ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ 2ാം ഘട്ട കമ്പനി ബോർഡ് LGS ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ സെപ്റ്റംബർ ആദ്യം നടത്തിയേക്കും. ഇന്ന് നടക്കുന്ന PSC യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. അതേസമയം ഓഗസ്റ്റ് 1 രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കാനിരുന്ന LGS 3ഉം 4ഉം ഘട്ടം പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ല. അപ്പൊ അടുത്ത ഘട്ടം ഓഗസ്റ്റ് 1 തന്നെ ആയിരിക്കും. 3ഉം 4ഉം മറക്കണ്ട, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. പാറ്റേൺ എന്താണെങ്കിലും കിട്ടി. കഴിഞ്ഞ ഫസ്റ്റ് ഷിഫ്റ്റിന്റെയും സെക്കൻഡ് ഷിഫ്റ്റിന്റെ മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ കൊടുത്തതിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും. അതൊക്കെ നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. റിലേറ്റഡ് ഫാക്ട്സ് സഹിതം തന്നെ മനസ്സിലാക്കി പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, PSC അടക്കമുള്ള മറ്റു പൊതുപരീക്ഷകളുടെ ടൈം ടേബിൾ നോക്കി സ്കൂളുകളുടെ ലഭ്യത വിലയിരുത്തിയ ശേഷമാകും പുനഃപരീക്ഷാ തീയതികൾ നിയമിക്കുക. 200 സ്കൂളുകളാണ് വേണ്ടി വരിക. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. സംഭവത്തിന് ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ ചീഫ് സൂപ്രണ്ടിന്റെ വീഴ്ചയിൽ എന്തു നടപടി വേണമെന്നും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ഉദ്യോഗസ്ഥന്റെ കൈപ്പിഴ മൂലം 1.69 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഏകദേശം 3.4 കോടിയുടെ നഷ്ടവും PSCക്ക് ഉണ്ടായി. സംഭവം അട്ടിമറിയാണോ എന്ന സംശയവും PSCക്ക് ഉണ്ട്. ഒരേ ദിവസം 2 പ്രാഥമിക പരീക്ഷകൾ നടത്തുമ്പോൾ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കേണ്ടി വരുന്ന PSC ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നും ഈ പരിഷ്കാരം ഒഴിവാക്കണമെന്നും കോൺഗ്രസ് അനുകൂല സംഘടനകൾ എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഇടക്കാല റിപ്പോർട്ട് ഇന്ന് എന്ന് പറയുന്നുണ്ട്. പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി SIT കൈമാറിയ രേഖകളുടെ വിവരങ്ങൾ ചെയർമാൻ MR ബൈജു ഇന്നത്തെ യോഗത്തെ അറിയിക്കും. PSC ചുമതലപ്പെടുത്തിയ ആഭ്യന്തര വിജിലൻസ് ഇടക്കാല റിപ്പോർട്ട് ഇന്ന് നൽകാനും സാധ്യതകളുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ അതിന്മേൽ ചർച്ചയും ഉണ്ടാകും. പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉത്തരക്കടലാസുകൾ പരിശോധനയ്ക്കും
SITE-PSC ആസ്ഥാനത്ത് എത്തും. മൂല്യനിർണ്ണയത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളും SIT തേടുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ PSC എയറിലാണ് നിൽക്കുന്നത് അല്ലെ. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പുതിയ ന്യൂസിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന രണ്ടാം ഘട്ട പരീക്ഷയും ഇത്തരത്തിലൊരു ഇതിലേക്ക്, അതായത് ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ, ഒരു 1.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ ഒരു നിരാശയിലേക്ക് കൊണ്ട് എത്തി നിൽക്കുന്ന സാഹചര്യം. അപ്പൊ ഇതൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് അടുത്തൊരു അവസരം ലഭിച്ചു എന്ന രീതിയിൽ കാണാനേ ഇനി നമുക്ക് ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. സെപ്റ്റംബറിൽ തന്നെ അടുത്ത പരീക്ഷ നടത്തും എന്നാണ് PSC തീരുമാനം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. അപ്പോൾ നിരാശപ്പെടേണ്ട, നമ്മൾ നിരാശപ്പെട്ടിരുന്നാൽ നമ്മൾ ഇരിക്കുകയുള്ളൂ. അടുത്തതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നവർ കയറി പോവുകയും ചെയ്യും. സോ ബി പോസിറ്റീവ് ആൻഡ് മുന്നോട്ട് പഠിച്ചു പോവുക. അടുത്ത എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക, മെയിൻസ് എഴുതുക. ഓക്കെ, അത്ര മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. കൃത്യമായ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ അപ്ഡേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്